നൂറെ ഹബീബിന്റെ മജ്ലിസിന് അല്ലാഹു തന്ന നിഅമത്ത് നോക്കാൻ നിങ്ങള് ഒന്ന് കാർമേഘം കണ്ടോ? മഴയില്ല, അല്ല വെയിലില്ല. നോക്കിങ്ങള് ഇന്നലെ വരെ കൊടും വെയിലവിടെ. ഇന്നലെ വരെ മേലെ കൊടക്കാടിന്റെ മുറ്റം നോക്കിങ്ങള് ഒന്ന് പുറത്തേക്ക് നോക്കി, വെറുതെ പറയില്ല. ഇന്നലെ വരെ ഈ മുറ്റം ചൂട് കൊണ്ട് സുബ്ഹാനല്ലാഹ് ഞാൻ മജ്ലിസ് നിർത്തി വെച്ചാലോ എന്നൊക്കെ ആലോചിച്ചു. ചൂട് കുറെ നോക്കി നിങ്ങൾ കാർമേഘം. ഇനിയിപ്പോ ഇത് കഴിഞ്ഞ പേരും മയ്യായിരിക്കും. കൊടക്കാടൊക്കെ വെറും കാർമേഘമല്ലേ തങ്ങളെ? എന്റെ നാട്ടിൽ നോക്ക്, ഇന്നലെ വരെ കൊടും വെയിലായിരുന്നു, ചൂടുകൊണ്ട് നിൽക്കാൻ വയ്യ. ഇവിടെ ഒരു മഴ അങ്ങ് പെയ്യിപ്പിച്ചു. ഇനി പറ തങ്ങളെ, എനിക്കാണോ നിങ്ങൾക്കാണ് അത്ഭുത സിദ്ധിയുള്ളത്? പറ തങ്ങളെ, കൊടക്കാടൊക്കെ വെറും കാർമേഘം വന്നിട്ടുള്ളൂ. ഇവിടെ പെരുമഴ, ഒരു തുള്ളിക്ക് ഒരു കുടം എന്നുള്ള നിലക്ക് പെരുമഴ. നീ പറ, അത്ഭുത സിദ്ധി ആർക്കാണ്? കറക്ക് സുമേഷേ, കറക്ക്, നന്നായിട്ട് കറക്ക് സുമേഷേ, കറക്ക്, നന്നായിട്ട് കറക്ക്, നല്ല സ്പീഡിന് പോളൂ. പൊന്നാരക്കുടക്കാട് കേരളത്തിൽ ഒട്ടാകെ മഴയാണ്. നിങ്ങൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ജനങ്ങളെ നിങ്ങൾ ഏത് രൂപത്തിൽ വേണമെങ്കിലും ഉപയോഗപ്പെടുത്തിക്കോളൂ. അതിന്റെ നേട്ടങ്ങൾ നിങ്ങൾ കൈവരിച്ചോളൂ, ഒന്നും പ്രശ്നമല്ല. അത് നിങ്ങളുടെ പ്രതിഭയാണ്, നിങ്ങൾ ചെലവഴിച്ചോളൂ. പക്ഷെ ഒരു നാട്ടിൽ കാർമേഘം ഉണ്ടായി. ഇന്നലെ വരെ ഭയങ്കര ചൂടായിരുന്നു, ഇന്ന് കാർമേഘം ഉണ്ടായി, ഇന്ന് മഴ പെയ്തു. നിങ്ങളുടെയൊക്കെ അത്ഭുത സിദ്ധിയാണെന്നാണ് ഈ പറയുന്നത്. എങ്കിലും ആലോചിച്ചു, ചിറാപ്പുഞ്ചിൽ എന്നും മഴയാണ്. അവിടെ ഏത് കൊടക്കാട് പോയിട്ടാണ് ഈ ചിറാപ്പുഞ്ചിൽ എന്നും മഴ പെയ്യുന്നത്? ഇനി ഭയങ്കര ചൂടുള്ള സ്ഥലത്ത്, ഇപ്പം ഞാൻ ബാംഗ്ലൂർ കഴിഞ്ഞ ദിവസം പോയി. ബാംഗ്ലൂർ ഭയങ്കര ചൂട്, വൈകുന്നേരം ഇപ്പോൾ ഭയങ്കര മഴ. ആരുടെ അത്ഭുത സിദ്ധി മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്താണ് ഈ സമൂഹത്തോട് പറയാൻ ശ്രമിക്കുന്നത്? എന്താണ്? മനുഷ്യരെ വിഡ്ഢിയാക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? നിങ്ങൾ ഈ പറയുന്നത് കൊണ്ട് ഞാൻ ഈ വിയോജിക്കുന്നത് നിങ്ങളോടുള്ള വ്യക്തിപരമായ പ്രശ്നം കൊണ്ടല്ല. ഒരു ബഹുസ്വര സമൂഹത്തിലേക്ക് നിങ്ങൾ ഈ പറയുന്ന സാധനം എത്തിപ്പെടുമ്പം ജനങ്ങൾ, ഈ മുസ്ലിം ഉമ്മത്ത് ഇത്രയും വിവരം കെട്ട ജനതയാണെന്ന് ചിന്തിക്കും. നിങ്ങൾ 4, 3, 7 പേര് കാണിക്കുന്ന ഈ കോപ്രായം കൊണ്ട് ഒരു സമൂഹം മുഴുവനും നാണം കെടുകയാണ്. കഴിഞ്ഞ ദിവസത്തെ കമന്റ് ബോക്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ഒരു ബസ് ഡ്രൈവർ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് വരുന്ന പല സമൂഹത്തിൽപ്പെട്ട മനുഷ്യരും ഈ കളിയാക്കലും പരിഹാസങ്ങളും നിങ്ങളുടെയൊക്കെ വീഡിയോ വെച്ച് അദ്ദേഹത്തെ അപഹസിച്ചപ്പോൾ അദ്ദേഹം നിസ്സംഗതനായി നിന്നു. നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് വല്ല ചെലവുണ്ടോ ഇതിനകത്ത്? ഒന്നുമില്ല. നിങ്ങൾക്ക് ഈ കാർമേഘവും മഴയും ഒക്കെ ഇങ്ങനെ പറഞ്ഞാൽ മതി. മുമ്പിലിരിക്കുന്ന ജനങ്ങൾ ഉൾപ്പുളകം കൊള്ളും, 500ഉം 1000 ഒക്കെ തരും. പക്ഷെ ഇതിന്റെ കേടനുഭവിക്കുന്നത് മുസ്ലിം ഉമ്മത്താണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അള്ളാഹുവിന്റെ ദീനിനെയാണ് ഈ പരിഹാസ്യമാക്കുന്നത്.